وبه ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن نبينا ومولانا محمدا عبده ورسوله أرسله الله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا صلى الله على سيدنا ومولانا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن المسلمين والمسلمات والمؤمنين والمؤمنات والقانتين والقانتات والصادقين والصادقات والصابرين والصابرات والخاشعين والخاشعات والمتصدقين والمتصدقات والصائمين والصائمات والحافظين فروجهم والحافظات والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما. قال النبي صلى الله عليه وآله وأصحابه وبارك وسلم إن الصدق ينجي والكذب يهلك أو كما قال رسول الله صلى الله عليه وسلم. فاق النبيين في خلق وفي خلق ولم يدانوه في علم ولا كرم ولم يدانوه في حلم ولا كرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. നാം എല്ലാവരുടെയും സൃഷ്ടാവും പരിപാലകനും നിയന്താവുമായ അല്ലാഹു ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും മുഴുവൻ സൃഷ്ടികളെയും മനുഷ്യരുടെ ഗുണത്തിനു വേണ്ടിയും മനുഷ്യരെ പടച്ചവന് പൊരുത്തമായ ജീവിതം നയിക്കുന്നതിന് വേണ്ടിയുമാണ് പടച്ചത്. പടച്ചവന് പൊരുത്തമായ ജീവിതം എന്നാൽ എന്താണ്? അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുണ്യമായ ഹദീസുകളിലൂടെ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ് സൂറത്തുൽ അഹ്സാബിലെ 35-ാമത്തെ ആയത്ത്. ഈ പരിശുദ്ധമായ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ അടിസ്ഥാനപരമായ
രണ്ട് കാര്യങ്ങളാണ് വിവരിക്കുന്നത്. ഒന്ന്, ഇസ്ലാം എന്നാൽ എന്താണ്, പടച്ചവന് പൊരുത്തമായ ജീവിതം എന്നാൽ എന്താണ്. രണ്ട്, ആ ജീവിതം കൊണ്ട് നമുക്ക് എന്ത് ലഭിക്കും. ഇതിൽ ഒന്നാമത്തെ കാര്യത്തെക്കുറിച്ച് അല്ലാഹു പറയുന്നു, ഇസ്ലാം എന്നാൽ, ദീൻ എന്നാൽ അടിസ്ഥാനപരമായി 10 ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കലാണ്. ഒന്നാമത്തെ ഗുണം, നമ്മളുടെ ഉടമസ്ഥനായ അല്ലാഹുവിന് നമ്മെ പരിപൂർണമായി സമർപ്പിക്കലാണ്. രണ്ടാമത്തെ ഗുണം, ആ അല്ലാഹു എന്തെല്ലാം കാര്യങ്ങളിൽ വിശ്വസിക്കാൻ പറഞ്ഞിട്ടുണ്ടോ അതിൽ വിശ്വസിക്കുകയും ആ വിശ്വാസം മരണം വരെയും നിലനിർത്തുകയും ചെയ്യലാണ്. മൂന്നാമത്തെ ഗുണം, അല്ലാഹു സുബ്ഹാനഹു വ തആലയെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും നിരുപാധികം നമ്മൾ അനുസരിക്കലാണ്. അല്ലാഹു വേറെ ആരെയെല്ലാം അനുസരിക്കാൻ പറഞ്ഞിട്ടുണ്ടോ, മാതാപിതാക്കൾ, ഭർത്താക്കന്മാർ, ശരിയായ ഭരണാധികാരികൾ, തഖ്വയുള്ള പണ്ഡിതന്മാർ, അല്ലാഹുവിന്റെ നിയമത്തിന് അനുസൃതമായി ഇവരെ അനുസരിക്കലാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നലത്തെ മജ്ലിസിൽ നമുക്ക് മുമ്പാകെ പറയപ്പെട്ടത്. അല്ലാഹു പറയപ്പെട്ട കാര്യങ്ങളും ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങളും നമുക്കെല്ലാവർക്കും ശരിയായ നിലയിൽ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ പരിശുദ്ധമായ വിഷയത്തോടുള്ള കടമകൾ ശരിയായ നിലയിൽ പാലിക്കുവാനും ശരിയായ കാര്യങ്ങൾ പറയുവാനും പറയുന്ന ആൾക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, കാര്യങ്ങൾ തോന്നിപ്പിച്ചേരുമാറാകട്ടെ. അല്ലാഹുവിന് പൊരുത്തമായ ജീവിതത്തിന്റെ നാലാമത്തെ ഗുണം, വസ്സാദിഖീന വസ്സാദിഖാത്ത്, സത്യസന്ധരായ പുരുഷന്മാരും സ്ത്രീകളും. സത്യസന്ധത, ഇതാണ് അല്ലാഹുവിന് പൊരുത്തമായ ജീവിതത്തിന്റെ നാലാമത്തെ അടയാളം. സത്യസന്ധത വളരെ വിശാലമായൊരു വിഷയമാണ്. ആദ്യമായി നമ്മളുടെ മനസ്സ് സത്യസന്ധമായിരിക്കണം. രണ്ടാമതായി നമ്മളുടെ ബാഹ്യ പ്രവർത്തനങ്ങൾ, സംസാരങ്ങൾ അത് സത്യസന്ധമായിരിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് കൂടുമ്പോഴാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സത്യസന്ധൻ എന്ന് പറയപ്പെടുന്നത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെയധികം ഗൗരവമായി പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് സത്യസന്ധത. സത്യം, നീതി, ന്യായം, ഇതെല്ലാം ദീനിന്റെ മൂലപ്രമാണങ്ങളാണ്, അടിസ്ഥാന തത്വങ്ങളാണ്. പൊതുവിൽ ഇന്ന് ദീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമസ്കാരം, നോമ്പ്, ഒരു ചില ആചാരങ്ങൾ, ഈ രീതിയിലാണ് ദീനിനെ കാണുന്നതെങ്കിലും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പരിശുദ്ധമായ ദീൻ ഇതിനേക്കാളെല്ലാം വളരെ വിശാലമാണ്. ആ ദീൻ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ജീവിതം, വ്യക്തിത്വം അത് തീർത്തും സത്യസന്ധമായിരിക്കണം. സത്യസന്ധത നിരവധി മേഖലകളിൽ വേണമെങ്കിലും ഏറ്റവും പ്രധാനമായും സത്യസന്ധത വേണ്ടത്, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ
ഇന്നത്തെ കാലഘട്ടത്തിൽ സത്യസന്ധത വളരെ കുറഞ്ഞിരിക്കുന്നത് ഇടപാടുകളിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളുകയുണ്ടായി, തുഹ്ശറു ഫുജ്ജാറ, കച്ചവടക്കാരെല്ലാവരും അവരെ നാളെ ആഖിറത്തിൽ മോശപ്പെട്ടവരായ നിലയിലായിരിക്കും അവരെ ഹാജരാക്കപ്പെടുക. കാരണം കച്ചവടങ്ങളിൽ ധാരാളമായി കളവുകൾ, ഇല്ലാത്ത കാര്യങ്ങൾ, പറച്ചിലുകൾ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തങ്ങൾ അരുളി, ഇത്തരം ആളുകൾ നാളെ ആഖിറത്തിൽ മഹാമോശപ്പെട്ട നിലയിലായിരിക്കും അവരെ അള്ളാഹുവിന്റെ അരികിൽ ഹാജരാക്കപ്പെടുന്നത്. ഉടനെ തങ്ങൾ കൂട്ടി പറഞ്ഞു, ഇല്ലാ മൻ ബർറ വസദഖ്, ഏതൊരു മനുഷ്യനാണോ നന്മ മുറുകെ പിടിക്കുകയും സത്യസന്ധത നിലനിർത്തുകയും ചെയ്തത്, അവർ നാളെ ആഖിറത്തിൽ മോശപ്പെട്ട അവസ്ഥയിലായിരിക്കുക ഇല്ല വരുന്നത്. പിന്നെ അവരെങ്ങനെയായിരിക്കും വരുന്നത്? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വേറൊരു ഹദീസിൽ നമ്മളെപ്പോലെയുള്ള സാധുക്കൾക്ക് പ്രതീക്ഷയുടെ വലിയൊരു ജാലകം തുറന്നിട്ടുകൊണ്ട് തങ്ങൾ അരുളി, അത്താജിറു സദൂഖുൽ അമീൻ മഅൻ നബിയ്യീന വസ്സിദ്ദീഖീൻ, സത്യസന്ധനും വിശ്വസ്തനുമായ ഒരു കച്ചവടക്കാരൻ അവൻ ബഹുമാനപ്പെട്ട നബിമാരുടെ കൂട്ടത്തിലായിരിക്കും, ആ നബിമാരെ കണ്ണും പൂട്ടി അംഗീകരിച്ച സിദ്ദീഖുകളുടെ കൂട്ടത്തിലായിരിക്കും, ഔലിയാക്കളുടെ കൂട്ടത്തിലായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇടപാട് സമ്പാദ്യം എന്ന് പറയുന്നത് ഇരുതല മൂർച്ചയുള്ള വാളാണ്. ഒന്നുകിൽ അത് നമ്മളെ കൊല്ലും, അല്ലെങ്കിൽ നമ്മളെ അത് വളർത്തും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളി, കള്ളസത്യങ്ങൾ, കളവുകൾ അത് ചരക്കിനെ ധാരാളമായി വിറ്റഴിക്കും. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ ചരക്ക് ധാരാളം പോയി കിട്ടും. പക്ഷേ വയുംഹിഖുൽ ബറക, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും മാത്രം ലഭിക്കേണ്ട ഉയർന്ന കാര്യമായ ഐശ്വര്യത്തെ അത് ഇല്ലാതാക്കുന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളുടെയും സഹാബാക്കളുടെയും അന്തരം, നമ്മളുടെയും മുൻഗാമികളായ മഹാത്മാക്കളുടെയും വ്യത്യാസം, നമ്മുടെയും അള്ളാഹുവിന്റെ ഔലിയാക്കൾക്കും ഇടയിലുള്ളതായ വിവേചനം ഈ ഒരു വിഷയത്തിലാണ്. അവരാരും കച്ചവടം നടത്താത്തവരൊന്നുമല്ല. ഇസ്ലാം കച്ചവടത്തെ പ്രേരിപ്പിക്കുന്നുണ്ട്, പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. യാചനയുമായി ബന്ധപ്പെട്ട് നടക്കൽ, സമുദായത്തിനും സമൂഹത്തിനും ഭാരമായി മാറൽ, കുഴി മടിയന്മാരായി ജീവിക്കൽ, ഇതിനെ ഇസ്ലാം ഒരിക്കലും പ്രേരിപ്പിക്കുന്നില്ല. ശരിയായ വഴിയിലൂടെയുള്ള സമ്പാദ്യം താൻ കാരണം തനിക്കും മറ്റുള്ളവർക്കും അനുഗ്രഹമായി തീരുന്നൊരു അവസ്ഥാവിശേഷത്തെയാണ് ദീൻ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് മുൻഗാമികളായ മഹാന്മാർ അവർ കച്ചവടം നടത്തുമായിരുന്നു. റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വഇഖാമിസ് സ്വലാത്തി വഈതാഇസ് സകാത്ത് يخافون يوما تتقلب فيه القلوب والأبصار. മഹാന്മാരായ സഹാബാക്കളെ അള്ളാഹു വർണ്ണിച്ചു പറയുന്നു, അവർ കുറെ ആളുകളാണ്, ആണത്വമുള്ള മഹൽ ഗുണങ്ങളുള്ള വ്യക്തിത്വങ്ങളാണ്. അവരുടെ ഗുണം എന്താണെന്നറിയാമോ? ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ, അവരുടെ കച്ചവടങ്ങളും കൊടുക്കൽ വാങ്ങലുകളും അവരെ വിസ്മൃതിയിലാക്കുന്നതല്ല. ഇവിടെ രണ്ട് വാക്ക് പറഞ്ഞു, കച്ചവടവും കൊടുക്കൽ വാങ്ങലുകളും. ഉലമാക്കൾ പറയുന്ന മുഴുവൻ ഇടപാടുകളെയും ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയാണ് ഈ വാചകം പറഞ്ഞിരിക്കുന്നത്. അവരുടെ കച്ചവടങ്ങളും കൊടുക്കൽ വാങ്ങലുകളും നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്നതിൽ നിന്നും, സകാത്ത് യഥാവിധി കൊടുക്കുന്നതിൽ നിന്നും, അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്നും അവരെ വിസ്മൃതിയിലാക്കുന്നതല്ല. നല്ല കച്ചവടം അവർ നടത്തും. ഒന്നാം നമ്പർ ബിസിനസ്മാൻ ആയിരിക്കും ഒരു മുസ്ലിം യുവാവ്, ഒരു മുസ്ലിം മധ്യവയസ്കൻ. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്?
നമസ്കാരം, സക്കാത്ത്, ദിക്ർ, ഈ 3 കാര്യങ്ങൾ ശരിയായ നിലയിൽ മുറപ്രകാരം അവൻ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കും. മഹാന്മാരായ ഉലമാക്കൾ പറയുന്നു, നമസ്കാരം എന്നുള്ളത് ഒരു കാര്യം മാത്രമാണ് പറഞ്ഞത്, അള്ളാഹുവുമായി ബന്ധപ്പെട്ട മുഴുവൻ കടമകളും അവൻ നിർവഹിക്കും. സക്കാത്തും ഒരു വിഷയം മാത്രമാണ് പറഞ്ഞത്, സൃഷ്ടികളുമായിട്ടുള്ള മുഴുവൻ കടമകളും അവൻ നിർവഹിക്കും. കച്ചവടത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ മറന്നു കളിക്കുകയില്ല. ളുഹർ നമസ്കാരത്തിന്റെ സമയമാകുന്നു, ഉടനെ പള്ളിയിലേക്ക്. അസ്റിന്റെ സമയമാകുന്നു, ഉടനെ പള്ളിയിലേക്ക്. മഗ്രിബിന്റെ സമയമാകുന്നു, ഉടനെ പള്ളിയിലേക്ക്. വീട്ടിൽ വരുന്നു, ഇശാ നമസ്കരിച്ചതിന് ശേഷം അവൻ ഉറങ്ങുന്നു. നമസ്കാരത്തിന്റെ വിഷയത്തിൽ തികഞ്ഞ താൽപര്യം, തികഞ്ഞ ശ്രദ്ധ. ബഹുമാനപ്പെട്ട സഹാബാക്കൾ, മുൻഗാമികളുടെ ചിത്രമാണ്. നമസ്കാരത്തിൽ അവർ തികഞ്ഞ ജാഗ്രതയുള്ളവരായിരുന്നു. മഹാന്മാരായ സഹാബാക്കൾക്ക് നിരവധി സംഭവങ്ങൾ വരുന്നുണ്ട്. അവർ അവരുടെ കച്ചവടവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് വിളി വരികയാണ്. കച്ചവടത്തെ അപ്രകാരം തന്നെ അവർ നിർത്തിക്കൊണ്ട് ഉടനെ അവർ നമസ്കാരത്തിലേക്ക് തിരിയുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, നമസ്കാരത്തിന്റെ വിഷയത്തിൽ വലിയ ശ്രദ്ധ വേണം. കച്ചവടം നടത്തിക്കൊള്ളിൻ, ജോലികളുമായി ബന്ധപ്പെട്ടുകൊള്ളിൻ. നമസ്കാരത്തിന്റെ സമയമായോ ഉടനെ നമ്മൾ നമസ്കാരത്തിലേക്ക് തിരിയണം. ഇതാണ് ഒരു മുസ്ലിമിന്റെ ചിത്രം. ഇതുപോലെ തന്നെ കച്ചവടത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് സൃഷ്ടികളുമായിട്ടുള്ള ബന്ധത്തിനും യാതൊരു വീഴ്ചയുമില്ല. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ തിരക്കോട് തിരക്ക്, കച്ചവടത്തോട് കച്ചവടം, അതിൽ കൂടി സൃഷ്ടികളുമായിട്ടുള്ള ബന്ധം വളരെയധികം വിസ്മരിക്കപ്പെടുന്നു. ഇതിലേറ്റവും രൂക്ഷമായ അവസ്ഥാവിശേഷം നേരിടുന്നത് ഗൾഫിലുള്ള സഹോദരന്മാരാണ്. ഗൾഫിൽ പോകാമോ പാടില്ലയോ, അത് വലിയൊരു ചർച്ചയാണത്. ന്യായമായി നാട്ടിൽ കഴിയാൻ വകുപ്പുള്ള സഹോദരങ്ങൾക്ക് ഗൾഫിലോട്ട് ചാടാനുള്ള യാതൊരു അനുവാദവുമില്ല. വെറും ഹവായിയുടെ പേരിൽ വീണ്ടും അടിച്ചുകൂട്ടണമെന്നുള്ളതായ പേരിൽ ഗൾഫിലോട്ട് പോകാനുള്ള അവകാശമില്ല. നമുക്കെന്തെങ്കിലും ആവശ്യം, അല്ലെങ്കിൽ ആ ഗൾഫിലുള്ള സഹോദരങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം, ഈ സാഹചര്യത്തിൽ മാത്രമേ പോകാൻ അനുവാദമുള്ളൂ. വേറൊരു വിഷയം. പക്ഷേ പോകുന്നതായ സഹോദരങ്ങൾ അവർ അവരുടെ കുടുംബത്തെ തീർത്തും വിസ്മരിക്കുകയാണ്. വാപ്പയും മക്കളും തമ്മിലുള്ളതായ ബന്ധം അന്യമായി തീരുന്നു ഈ ഗൾഫിന്റെ ഭ്രാന്ത് കാരണമായി. ഒരു പുരുഷായുസ് മുഴുവൻ അവിടെ പോയി ചെലവഴിക്കുന്നു. അവരുടെ ഭാര്യ മക്കളുടെ ദീനിയായ ദുന്യവിയായ അവസ്ഥയെപ്പറ്റി യാതൊരു ചിന്തയുമില്ല. അപകടമാണിത്. കുറെ പണം വാരി ഇങ്ങോട്ടേക്ക് ഇട്ടുകൊടുക്കൽ കൊണ്ട് കാര്യം തീരുകയില്ല. അവരുമായി ഒരു ബന്ധമുണ്ട്. ആ ബന്ധം ചൂടോടെ ഊഷ്മളമായ നിലയിൽ നിലനിർത്തലാണ് ഒരു ദാമ്പത്യ ജീവിതത്തിന്റെ അടിസ്ഥാനം. അതുകൊണ്ട് അല്ലാഹു പറയുന്നു, അവർ സക്കാത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കും, സൃഷ്ടികളോടുള്ള കടമകളിൽ പ്രത്യേകം ശ്രദ്ധിക്കും. മൂന്നാമത്തെ കാര്യം എന്ത്? അല്ലാഹുവിന്റെ ദിക്റിൽ അവർ വ്യാപൃതരായിരിക്കും. കച്ചവടം ചെയ്യുന്നു, മനസ്സിലും നാക്കിലും ഉടമസ്ഥന്റെ ദിക്ർ. ഡോക്ടറാണ്, എഞ്ചിനീയറാണ്, ഡ്രൈവറാണ്, തൊഴിലാളിയാണ്, വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. അല്ലാഹുവിന്റെ ദിക്ർ അനുഷ്ഠിക്കുന്ന ദിക്റിൽ അവർ മുഴുകുന്നു. യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. മനസ്സുകളും കണ്ണുകളും ഇളകി മറിയുന്നൊരു മഹാദിവസത്തെക്കുറിച്ച് അവർ ഭയപ്പെടുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, കച്ചവടം ഇസ്ലാമിന് അന്യമല്ല, ഉദ്യോഗം അന്യമല്ല. കച്ചവടങ്ങളും ജീവിത വ്യവഹാരങ്ങളുമായി ബന്ധപ്പെടാൻ ഇസ്ലാം തീർത്തും സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു കടമ സത്യസന്ധത മുറുകെ പിടിക്കണം. സത്യസന്ധതയിൽ തികഞ്ഞ ശ്രദ്ധ വേണം. ഇല്ലാത്ത കാര്യങ്ങൾ പറയൽ, നമ്മൾ വിൽക്കുന്നതായ സാധനത്തിന്റെ ആ ഗുണങ്ങൾ അല്പം പോലും ഇല്ലാതെ അതിനെപ്പറ്റി വാചാലമായി പറയുക, പരിചയപ്പെടുത്തുക. ചൈനയിൽ നിന്നും ഇറങ്ങുന്നതായ സാധനങ്ങൾക്ക് മുഴുവൻ ജപ്പാനിന്റെ പേരും പറഞ്ഞു കൊടുക്കൽ.
അല്ലെങ്കിൽ രണ്ടാമത് ഉപയോഗിക്കപ്പെടേണ്ട സാധനം അതിനെ ഒന്നാമതായി ഉപയോഗിക്കുന്ന സാധനമായി അവതരിപ്പിക്കൽ, ഇങ്ങനെ ഇന്ന് കച്ചവട മേഖലയിൽ കാണുന്ന എന്തെല്ലാം കൃത്രിമങ്ങളുണ്ടോ അതെല്ലാം അപകടമാണ്. ഇതിന്റെ ഒരു അടിസ്ഥാന കാരണം എന്താണെന്നറിയാമോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ആർത്തി, ധ്വര, പെട്ടെന്ന് പണക്കാരനാകണം, ഈ ഒരു അവസ്ഥാവിശേഷമാണ് ഇന്ന് ജനങ്ങളെ മുഴുവനും ഈ കളവിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ലോകത്തിന്റെ ഒരു ഭ്രാന്താണ്. ജീവിതം ആസ്വദിക്കണം, അതിന് കുറെ പണം വാരിക്കൂട്ടണം, അത് എങ്ങനെയും കിട്ടിയാലും കുഴപ്പമില്ല. ഇസ്ലാം ഇതിനെ എതിർക്കുന്നു, പറ്റുകയില്ല. നിങ്ങളുടെ സമ്പത്ത് എത്രയും നിങ്ങൾ സമ്പാദിച്ചുകൊള്ളിൻ, ശരിയായ മാർഗത്തിലായിരിക്കണം സമ്പാദിക്കേണ്ടത്, ശരിയായ വഴിയിലായിരിക്കണം ചെലവഴിക്കേണ്ടത്. മാ തസൂലു ഖദമ ഇബ്നി ആദമിൻ ഹത്താ യുസ്അല അൻ അർബഇൻ അൻ ഉംരിഹി ഫീമാ അഫ്നാഹു വഅൻ ശബാബിഹി ഫീമാ അബ്ലാഹു വഅൻ മാലിഹി മിൻ അയ്ന ഇക്തസബഹു വഫീമാ അൻഫഖഹു وعن علم ماذا عمل فيه أو كما قال رسول الله صلى الله عليه وسلم. 4 കാര്യങ്ങൾക്ക് ചോദ്യം ഉത്തരം നൽകപ്പെടുന്നത് വരെയും ഒരു മനുഷ്യന്റെയും പാദങ്ങൾ ചലിപ്പിക്കാൻ സാധിക്കുന്നതല്ല. 1, നിന്റെ ജീവിതം മൊത്തത്തിൽ എന്തിനായി കഴിച്ചുകൂട്ടി. 2, നിന്റെ ജീവിതത്തിന്റെ മാംസള ഭാഗം യുവത്വത്തെ എന്തിനായി കഴിച്ചുകൂട്ടി. 3, സമ്പത്ത് എവിടെ നിന്ന് സമ്പാദിച്ചു, അത് എങ്ങനെ സമ്പാദിച്ചു, അത് എങ്ങനെ ചെലവഴിച്ചു. 4, ഉള്ള അറിവനുസരിച്ച് എന്ത് പ്രവർത്തിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാർക്കും ഇതിൽ വലിയ ബാധ്യതയുണ്ട്. ഭർത്താവും വാപ്പയും സഹോദരനും മക്കളും എന്തും സമ്പാദിക്കട്ടെ, എവിടെ നിന്നും സമ്പാദിക്കട്ടെ, നമുക്ക് പൈസ കിട്ടിയാൽ മതി എന്നെല്ലാ സഹോദരിമാർക്കും വലിയ പങ്കുണ്ട്. ശേഷമുള്ള വിഷയത്തിൽ അതിനെപ്പറ്റി പറയാനിരിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ ധൂർത്ത്. അതുപോലെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാത്തതായ അവസ്ഥാവിശേഷങ്ങളും നമ്മളുടെ പുരുഷന്മാരെ തിന്മയിലേക്ക് ശരിക്കും പ്രേരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, സത്യസന്ധത മുറുകെ പിടിക്കണം. നമ്മളുടെ ഇടപാടുകളിൽ സത്യസന്ധത മുറുകെ പിടിക്കണം. ഇതുപോലെ സത്യസന്ധത ആവശ്യമാകുന്ന വേറെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സത്യസന്ധത മുറുകെ പിടിക്കണം. 1, ഇടപാടുകളിൽ, 2, പരസ്പര ബന്ധങ്ങളിൽ സത്യസന്ധത മുറുകെ പിടിക്കാൻ പറയുന്നു. പ്രത്യേകിച്ചും പരസ്പരം ആ ബന്ധങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായ സന്ദർഭത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി സത്യത്തെ മുറുകെ പിടിക്കാൻ ഇസ്ലാം പ്രേരിപ്പിക്കുന്നു. മനുഷ്യരാണ്, മനുഷ്യർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടാകും. വാപ്പയും മക്കൾ തമ്മിൽ, അതുപോലെ സഹോദരന്മാർ തമ്മിൽ, ഇതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ. ഈ പ്രശ്നത്തെ പെട്ടെന്ന് തന്നെ പരിഹരിക്കണം. അതിനുള്ള ഏറ്റവും ലളിതമായ മാർഗം നമ്മൾ സത്യസന്ധത മുറുകെ പിടിക്കലാണ്. ഇന്നത്തെ വലിയ കുഴപ്പമാണ്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നീട് മറ്റുള്ളവരെ പറ്റി നമുക്ക് വായിൽ തോന്നുന്നതെല്ലാം പറയാൻ ലൈസൻസ് ലഭിച്ചതുപോലെയാണ്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നം വന്നു, എന്നാൽ പിന്നീട് അവരങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയും. പിന്നീട് ആ ചെളികൾ കുടുംബങ്ങൾ ഏറ്റുപിടിക്കും, അവരങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കും. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അകറ്റുന്നു, കൂടുതൽ അകലുന്നു. സഹോദരങ്ങൾക്കിടയിൽ പ്രശ്നം, കുടുംബങ്ങൾക്കിടയിൽ, അയൽവാസികൾക്കിടയിൽ പ്രശ്നം. ആ പ്രശ്നം നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് രൂക്ഷമാക്കൽ വലിയ അപകടമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാഅ ലില്ലാഹ് വലൗ അലാ അൻഫുസികും അവിൽ വാലിദൈനി വൽ അഖ്റബീൻ. ഹേ മുഅ്മിനീങ്ങളെ, നിങ്ങൾ നീതിയിൽ നിലയുറപ്പിക്കൻ. സത്യസാക്ഷ്യത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ അതീവ ഗൗരവം കാണിക്കൻ. സത്യം പറഞ്ഞാൽ അത് ചിലപ്പോൾ നിങ്ങൾക്കെതിരായി പോകും, നിങ്ങളുടെ മാതാപിതാക്കൾക്കെതിരായി പോകും, നിങ്ങളുടെ ബന്ധുക്കൾക്കെതിരായി പോകും. പക്ഷെ നിങ്ങൾ സത്യം തന്നെ പറയുന്നു. ഖുർആൻ
ഇതിൽ കൂടിയാണ് ഇസ്ലാം വളർന്നത്, ഇതിൽ കൂടിയാണ് മുസ്ലിമീങ്ങൾ ഈ ലോകത്ത് പുരോഗതി പ്രാപിച്ചത്. തികഞ്ഞ സത്യസന്ധത. പരസ്പരം പ്രശ്നങ്ങളുണ്ടാകുന്നു, പക്ഷെ ആ സമയത്ത് സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. അത് ചിലപ്പോൾ നമുക്കെതിരായി പോകും. എതിരായിക്കൊള്ളട്ടെ, കുഴപ്പമില്ല, ഞാൻ സത്യമേ പറയുകയുള്ളൂ. നമ്മളുടെ മാതാപിതാക്കൾക്കെതിരായി പോകും, എതിരായിക്കൊള്ളട്ടെ, സത്യം മാത്രമേ പറയുകയുള്ളൂ. വാപ്പയും മാമയും തമ്മിൽ വഴക്ക്, എനിക്ക് മനസ്സിലാകുന്നു മാമയുടെ ഭാഗമാണ് ശരി, എന്റെ ബാധ്യതയാണ്. മാമ ശരിയാണ് പറയുന്നത്, ബഹുമാനപ്പെട്ട വാപ്പ തെറ്റാണ് പറയുന്നത്. ഇത് പറയരുത്. നമ്മളുടെ കുടുംബവും വേറെ കുറെ ആളുകളും തമ്മിൽ വഴക്ക്. ഇസ്ലാം പറയുന്നു, നിങ്ങളവിടെ സത്യത്തിന്റെ ഭാഗത്ത് നിലയുറപ്പിക്കണം, സത്യത്തിൽ മാത്രമായിരിക്കണം നിങ്ങളുടെ സമീപനം വേണ്ടത്. വീണ്ടും അല്ലാഹു പറയുന്നു, ഇയകുൻ ഗനിയൻ ഔ ഫഖീറൻ ഫല്ലാഹു ഔലാ ബിഹിമാ. അല്ലാഹു അക്ബർ. ഈ ആയത്ത് ഇറങ്ങിയ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളെപ്പറ്റി സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ദിവസവും നൂറുകണക്കിന് ഇത്തരം സംഭവങ്ങൾ. നിങ്ങൾ ആർക്കെങ്കിലും അനുകൂലമായി വിധി ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ കളവ് പറയുന്നത് ഒന്നെങ്കിൽ അവർ പണക്കാരായതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർ പാവപ്പെട്ടവരായതുകൊണ്ടായിരിക്കും. എന്റെ ബന്ധുക്കൾ പണക്കാരാണ്, ഞാൻ അവർക്ക് അനുകൂലമായി കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ അവരിൽ നിന്ന് കുറെ പൈസ എനിക്ക് കിട്ടും, ഒന്നുകിൽ ഇതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഫക്കീറൻ, എന്റെ ബന്ധുക്കൾ വെറും പാവത്തുങ്ങളാണ്, അവർക്ക് അനുകൂലമായി ഞാൻ കുറച്ച് കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുറെ സമ്പത്ത് കിട്ടും. അള്ളാഹു പറയുന്നു, നിങ്ങൾ ആർക്ക് അനുകൂലമായി കാര്യം തിരിയാൻ വേണ്ടി കളവ് പറയുന്നു, അവർ പണക്കാരാകട്ടെ പാവത്തുങ്ങളാകട്ടെ, ഫല്ലാഹു ഔലാ ബിഹിമ, നിങ്ങളെക്കാളും അവരിലേക്ക് ബന്ധം അള്ളാഹുവിനാണ്. പടച്ചോ നോക്കിക്കൊള്ളും അവരുടെ കാര്യം. അതുകൊണ്ട് സഹോദരന്മാരെ, വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമുക്കിടയിൽ പ്രശ്നമുണ്ടാകുമ്പോൾ സത്യത്തിൽ ഉറച്ചു നിൽക്കണം. പാശ്ചാത്യ സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കിടയിലേക്ക് വന്ന ചീഞ്ഞളിഞ്ഞ ശവശരീരമാണ് അവകാശങ്ങൾ നേടിയെടുക്കാൻ എന്ത് കള്ളവും പറയുക എന്നുള്ളത്. ഇസ്ലാമിന് അങ്ങനെയുള്ള ആവശ്യമൊന്നുമില്ല. എന്ത് കളവും പറയുക ഇസ്ലാം സമ്മതിക്കുന്നില്ല. മറിച്ച് ഇസ്ലാം പറയുന്നു, ധർമ്മത്തിൽ, സത്യത്തിൽ, നീതിയിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം. അതുകൊണ്ട് സഹോദരന്മാർ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, പക്ഷെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മൾ സത്യത്തിൽ ഉറച്ചു നിൽക്കണം, വിട്ടുവീഴ്ച ചെയ്യണം. വേറൊരു പ്രധാനപ്പെട്ട വിഷയം, ആരെങ്കിലും ഇങ്ങനെ കള്ളം പറയുന്നതായ സമയത്ത് നമ്മൾ ആ കളവിന് കൂട്ടുനിൽക്കലും കടുത്ത ബാധകമാണ്. നമ്മളുടെ കടമയെന്ത്? ആ കളവിൽ നിന്നും അവരെ തിരുത്തണം, അവരെ നമ്മൾ തിരിച്ചു കൊണ്ടുവരണം. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാമായി ബന്ധപ്പെട്ടതാണ് സത്യസന്ധത എന്ന് പറയുന്നത്. പിന്നീട് അടുത്ത വിഷയം, അത് നമ്മളുടെ ആലിമീങ്ങളായ ആളുകളുമായി ബന്ധപ്പെട്ട കാര്യം, പൊതുജനങ്ങളോട് പറയേണ്ട കാര്യമല്ല. എങ്കിലും നമുക്കും അതിന് ബാധ്യതയുള്ളത് കൊണ്ട് പറയുകയാണ്. സത്യമായ കാര്യങ്ങൾ പറയൽ, ദീനിന്റെ കാര്യങ്ങൾ, സത്യമായ കാര്യം പറയൽ. സ്വാഭാവികമായിട്ടും എല്ലാ മേഖലകളിലും ശരിയും തെറ്റും കാണും. പണ്ഡിതന്മാരിലും ശരിയായ ആൾക്കാരും തെറ്റായ ആളുകളും കാണും. നമുക്കെന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ സത്യസന്ധന്മാരായ ആളുകളോടാണ് ചോദിക്കേണ്ടത്, തഖ്വയുള്ള ആലിമീങ്ങളോടാണ് ചോദിക്കേണ്ടത്. അതും സമുദായത്തിന് വലിയൊരു ബാധ്യതയുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് അനുകൂലമായി ആര് മറുപടി പറയും അവര് നോക്കിക്കൊണ്ട് പോകുന്ന പ്രവണതയാണ്. തെറ്റാണിത് ഈ കാര്യം. ആരെങ്കിലും ഡോക്ടറെ ഈ രീതിയിൽ കാണാൻ പോകുമോ? ഞാൻ ഡോക്ടറിന്റെ അരികിലേക്ക് പോവുകയാണ്, ഞാൻ പറയുന്നതെല്ലാം അയാൾ കേൾക്കണം, ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഡോക്ടറിന്റെ അരികിൽ പോയിരിക്കുകയല്ല, നിങ്ങൾ ഡോക്ടറെ പഠിപ്പിക്കാൻ പോയ ഉസ്താദാണ്, അധ്യാപകനാണ് നിങ്ങൾ. അതുകൊണ്ട് നമ്മൾ ആലിമീങ്ങൾ അരികിലേക്ക് പോകുമ്പോൾ ഒന്നാമതായി ശരിയായ ആലിമീങ്ങളാണോ എന്ന് നോക്കണം. അവരെപ്പറ്റി അവരുടെ സമകാലികർ, മറ്റ് ആലിമീങ്ങൾ എന്താണ് പറയുന്നത്, ഇത് മനസ്സിലാക്കിയിട്ട് പോകണം.
രണ്ടാമതായി അവരെന്ത് പറഞ്ഞാലും അത് കയ്പുള്ളതാകട്ടെ മധുരമുള്ളതാകട്ടെ നമ്മൾ സ്വീകരിക്കണം. ഈ ഒരു വിഷയമായി ബന്ധമുള്ളതിന്റെ പേരിലാണ് ആലിമീങ്ങളെ പറ്റി പറഞ്ഞത്. അല്ലെങ്കിൽ പൊതുജനങ്ങളോട് അതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ദീനിയായ മസലകൾ എന്തെങ്കിലും അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ശരിയായ ആലിമീങ്ങളെ കണ്ടെത്താൻ പരിശ്രമിക്കണം. ബാധ്യതയാണ്, കടമയാണ്. അവർ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം പറഞ്ഞു കഴിഞ്ഞാലോ അവരോട് നമ്മൾ കോപിക്കുകയും ചെയ്യരുത്. ചീത്ത വിളിക്കാറുണ്ട് ആലിമീങ്ങളെ. വലിയ അനാദരവാണ്, തെറ്റാണ്, തിന്മയാണ്, നിങ്ങളുടെ അദബുകേടിന്റെ വ്യക്തമായ തെളിവാണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം പറഞ്ഞു, അയാളോട് ദേഷ്യം. എന്നാ പിന്നെ അയാളെ ജോലിക്കാരനായിട്ട് നിങ്ങളെ കടയിലെങ്കിൽ ഇരുത്തിയാൽ പോലെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. ആലിമീങ്ങൾ അവർ അവരുടെ കാര്യങ്ങൾ പരിശുദ്ധ ഖുർആനിന്റെ സുന്നത്തിനെ വെളിച്ചത്തിൽ പറയും. പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ സ്വീകരിക്കണം. അതിനാണ് ആലിമെന്ന് പറയുന്നത്. ശരി, അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈമാനുള്ള ആളുകളുടെ, പടച്ചവന് പൊരുത്തമായി ജീവിക്കുന്ന ആളുകളുടെ നാലാമത്തെ അടയാളമാണ് അവർ സത്യസന്ധത മുറുകെ പിടിക്കും. സത്യസന്ധന്മാരായ പുരുഷന്മാരും സത്യസന്ധന്മാരായ സ്ത്രീകളും. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. സത്യസന്ധതയുടെ ഗൗരവത്തെപ്പറ്റി പറഞ്ഞ് ഈ സമയത്ത് നമ്മുടെ മനസ്സിൽ ചിന്ത വന്ന് കാണും, എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഗുണം, സത്യസന്ധത? അതും കൂടി പറഞ്ഞുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെ സത്യസന്ധത ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും? പരിശുദ്ധ ഖുർആനിൽ അതിന് മറുപടി പറയുന്നുണ്ട്. സൂറത്ത് തൗബയുടെ അവസാന ഭാഗത്ത്, സൂറത്ത് തൗബയുടെ ആദ്യ ഭാഗങ്ങൾ കള്ളന്മാരുടെ കുഴപ്പങ്ങളെ പറ്റി അല്ലാഹു തആല പറയലാണ്, വിശദമായി വിവരിക്കുന്നുണ്ട്. കപടന്മാരായ ആളുകൾ, കള്ളന്മാർ, അവരുടെ സ്വഭാവങ്ങളെപ്പറ്റി പരസ്യമായി അല്ലാഹു രൂക്ഷമായി വിമർശിക്കുന്നു. പക്ഷെ അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ ആരെയെങ്കിലും എതിർക്കുന്നത്, ആരോടെങ്കിലും വിരോധം, വ്യക്തിപരമായ വിരോധമുള്ളത് കൊണ്ടല്ല, അവരുടെ ദുസ്വഭാവങ്ങളെയാണ് എതിർക്കുന്നത്. അതിനടയാളമെന്ത്? അവസാന ഭാഗത്ത് അല്ലാഹു തആല സ്നേഹത്തിന്റെ ജാലകം തുറക്കാറുണ്ട്. ഈ രീതിയിൽ സൂറത്ത് തൗബയുടെ ആരംഭ ഭാഗത്ത് അല്ലാഹു തആല കളവിനെ പറ്റി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു കഴിഞ്ഞ് അവസാന ഭാഗത്ത് അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. ഏ മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കിൻ, സത്യസന്ധന്മാരായ ആളുകളുടെ കൂട്ടത്തിൽ നിങ്ങൾ സഹവസിക്കിൻ. സത്യസന്ധത ഉണ്ടാകാൻ ആഗ്രഹമുണ്ടോ? നല്ലവരുടെ കൂട്ടത്തിൽ സഹവസിക്കിൻ. ആരാണ് സത്യസന്ധന്മാർ? ഒന്നാമത്തെ സത്യസന്ധൻ അല്ലാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹുമായിട്ടുള്ള സഹവാസം എന്താണ്? അള്ളാഹുവിനെ അധികമായി ഓർക്കിൻ, അവന്റെ പരിശുദ്ധ കിതാബായ ഖുർആനുമായി നിരന്തരം ബന്ധപ്പെടിൻ, നിങ്ങളിൽ സത്യസന്ധത ഉണ്ടായിത്തീരും. രണ്ടാമത്തെ സത്യസന്ധൻ സയ്യിദുൽ കൗനൈൻ ഖാതിമുൻ നബിയ്യീൻ സയ്യിദുസ് സാദിഖീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടത്തിൽ സഹവസിക്കിൻ. പറ്റും സഹവസിക്കാൻ. തങ്ങളുടെ പേര് അധികമായി സ്വലാത്ത് ചൊല്ലിൻ, തങ്ങളുടെ പരിശുദ്ധമായ വചനങ്ങൾ ജീവിതം പഠിക്കിൻ. സത്യസന്ധത നമ്മളിൽ തനിയെ ഉണ്ടായിത്തീരും. 3 സഹാബാക്കൾ, ഔലിയാക്കൾ, ഇവരുമായി സഹവസിക്കിൻ, അവരെ ബഹുമാനിക്കിൻ, ആദരിക്കിൻ, അവരെപ്പറ്റി പഠിക്കിൻ, നിങ്ങളിൽ സത്യസന്ധത ഉണ്ടായിത്തീരും. ഇതുപോലെ സത്യസന്ധതയുടെ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെടിൻ. അള്ളാഹുവിന്റെ വീടുകൾ, ദീനിയായ കർമ്മങ്ങൾ, ഇതുമായി ബന്ധപ്പെടിൻ, സത്യസന്ധത ഉണ്ടായിത്തീരും. ഇനി ഇഷ്ടമില്ലാത്ത കാര്യം പറയാൻ പോവുക. കളവിനെ പ്രേരിപ്പിക്കുന്ന, കളവിലേക്ക് നമ്മളെ തള്ളിവിടുന്ന കാര്യങ്ങളുമായി സഹവസിക്കാതിരിക്കും. മോശമായ പത്രങ്ങൾ, മാസികകൾ, TV, വീഡിയോ, സിനിമ, ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെടാതിരിക്കും. അപകടമാണ്, നാശമാണ്. ജീവിതത്തിൽ തിന്മയുണ്ടാക്കി തീർക്കും, കളവുകൾ ഉണ്ടാക്കി തീർക്കും. ഇന്ന് നമുക്കിടയിൽ കളവെല്ലാം ഈ ബലാകളിൽ കൂടെ ഉണ്ടായിത്തീരുന്നത്. അതുകൊണ്ട് അല്ലാഹു തആല അറിയിക്കുന്നു, നിങ്ങൾക്ക് നന്മയുണ്ടാകണമോ, നല്ല ഗുണങ്ങളുണ്ടാകണമോ, വകൂനൂ മഅസ്സാദിഖീൻ, സത്യസന്ധന്മാരായ ആളുകളുടെ കൂട്ടത്തിൽ സഹവസിക്കിൻ.
നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന സത്യസന്ധന്മാർ ആരാണവർ? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ആരുമായി നീ അടുത്തിരിക്കുന്നത് കൊണ്ട് പടച്ചവനുമായി നിനക്ക് അടുപ്പമുണ്ടാകുമോ, ആരുടെ കൂട്ടത്തിൽ നീ ഇരിക്കുന്നത് കൊണ്ട് നിന്റെ ജീവിത ലക്ഷ്യമായ പരലോകത്തെപ്പറ്റി നിനക്ക് ബോധമുണ്ടാകുമോ, അവരുടെ കൂട്ടത്തിൽ സഹവസിച്ചുകൊള്ളുക. അള്ളാഹു നമുക്ക് ഇത്തരം സഹവാസം നൽകുമാറാകട്ടെ. വസ്സാദിഖീന വസ്സാദിഖാത്ത്, സത്യസന്ധത മുറുകെ പിടിച്ച പുരുഷന്മാരും സ്ത്രീകളും. അഞ്ചാമത്തെ ഗുണം എന്താണ്? അള്ളാഹുവിന് പൊരുത്തമായ ജീവിതത്തിന്റെ അഞ്ചാമത്തെ ഗുണം വസ്സാബിരീന വസ്സാബിറാത്ത്, സഹനത മുറുകെ പിടിച്ച പുരുഷന്മാരും സ്ത്രീകളും. സഹനത, സമർപ്പണം, സത്യവിശ്വാസം, അനുസരണ, സത്യസന്ധത. അടുത്ത വിഷയമാണ് സഹനത, സബ്ർ എന്ന് പറയും. നമ്മളെല്ലാവരും അള്ളാഹുവിന്റെ അടിമകളാണ്. പടച്ചോ നമ്മുടെ ഉടമയാണ്. നമ്മളുടെ വിഷയത്തിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട തീരുമാനമെടുക്കാൻ അവകാശമുണ്ട്. അള്ളാഹുവിന്റെ തീരുമാനം രണ്ട് രീതിയിലായിരിക്കും. ഒന്ന്, നമുക്ക് ഇഷ്ടപ്പെട്ട പടച്ചവന്റെ തീരുമാനം. നമ്മൾ ആഗ്രഹിക്കുന്നു സമ്പത്ത് കിട്ടണം, അള്ളാഹു തീരുമാനിക്കുന്നു. നമ്മൾ ആഗ്രഹിക്കുന്നു സൗന്ദര്യം, ഭാര്യാമക്കൾ, നല്ല ഭർത്താവ്, നല്ല ജീവിതം, നല്ല വീട്, നല്ല അവസ്ഥാവിശേഷം, അറിവ്, അന്തസ്, അള്ളാഹു നമുക്ക് തീരുമാനിക്കുന്നു. അള്ളാഹു തീരുമാനിക്കുമാറാകട്ടെ. ഒന്നുകിൽ അള്ളാഹുവിന് തീരുമാനം ഈ രീതിയിലായിരിക്കും, നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ചിലപ്പോൾ അള്ളാഹുവിന്റെ തീരുമാനം നേരെ എതിരായിരിക്കും. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒന്ന്, പക്ഷേ പടച്ചവന്റെ പ്രത്യേകമായ ഹിക്മത്ത്, തന്ത്രജ്ഞര, തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത കുറെ തീരുമാനം അള്ളാഹു എടുക്കും. നമ്മൾ ആഗ്രഹിക്കുന്നു സമ്പത്ത് വേണം, പടച്ചവൻ കുറച്ച് ഞെരുക്കുന്നു. നമ്മൾ ആഗ്രഹിക്കുന്നു ആരോഗ്യം വേണം, പടച്ചവൻ കുറച്ച് രോഗങ്ങൾ നൽകുന്നു. നമ്മൾ ആഗ്രഹിക്കുന്നു ജീവിത സൗകര്യം, അള്ളാഹു കുറച്ച് പ്രയാസങ്ങൾ നൽകുന്നു. നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മുടെ കൂട്ടുകുടുംബാദികൾ എല്ലാവരും ഉണ്ടാകണം, അള്ളാഹു ഓരോരുത്തരെ വെച്ച് വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഈ രണ്ടവസ്ഥകളാണ് പടച്ചവന്റെ തീരുമാനമുണ്ടാകുന്നത്. ഒന്നുകിൽ നമുക്ക് ഇഷ്ടപ്പെട്ട നിലയിൽ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത നിലയിൽ. ഈ രണ്ട് കാര്യവും ഖുർആനിന്റെ ഭാഷയിൽ പരീക്ഷണം തന്നെയാണ്. അള്ളാഹു ആർക്കെങ്കിലും അനുകൂലമായി വിധിച്ചു എന്ന് വിചാരിച്ച് അവനാരും ഭാഗ്യവാനായിട്ടില്ല. അള്ളാഹു ആർക്കെങ്കിലും എതിരായി വിധിച്ചു എന്ന് വിചാരിച്ച് അവൻ ഭാഗ്യം കെട്ടവനുമായിട്ടില്ല. ഇന്ന് പൊതുവിൽ അങ്ങനെ കാണാറുണ്ട്. വലിയ ഭാഗ്യമുള്ളവനാ, ഒരു കട 2 ആയി, 2 4 ആയി, 4 6 ആയി, 8ലോട്ടും 10ലോട്ടും പോയിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ആർക്കെങ്കിലും അവൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നൽകി എന്ന് വിചാരിച്ച് അവൻ ഒരിക്കലും ഭാഗ്യവാനായിട്ടില്ല. അള്ളാഹു ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ട കാര്യം കൊടുത്തില്ല എന്ന് വിചാരിച്ച് അവൻ ഒരിക്കലും ഭാഗ്യം കെട്ടവനുമായിട്ടില്ല. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. അള്ളാഹു സമ്പത്ത് കൊടുത്തും ഇഷ്ടമുള്ള കാര്യങ്ങൾ കൊടുത്തും ഇവരെ പരീക്ഷണത്തിന് വലിയൊരു തീച്ചൂളയിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. അള്ളാഹു സമ്പത്ത് കൊടുക്കാതെയും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കൊടുക്കാതെയും പരീക്ഷണത്തിന് ചെറിയൊരു ഭാഗത്തേക്ക് അള്ളാഹു ഇട്ടിരിക്കുകയാണ്. പരീക്ഷണം ഇവർക്ക് കൂടുതലാണ്, ഇവർക്ക് കുറവാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്നത്തെ ഒരു ഭ്രാന്തമായ കാഴ്ചപ്പാടുണ്ട്, അതിനെ പൊളിക്കാൻ വേണ്ടി ഇത്ര വിശദീകരിക്കുന്നത്, ചുമ്മാതെ വിശദീകരിക്കുന്നതല്ല. വല്ലവനും 25 പൈസ കിട്ടി, അവനും വിചാരിക്കുന്നു ഞാൻ അങ്ങേയറ്റം ഭാഗ്യവാൻ, നമ്മളും വിചാരിക്കും ആള് വലിയ ഭാഗ്യവാൻ. ഇതിന് ഖുർആൻ ഉപയോഗിച്ച വാക്ക് വിവരക്കേടെന്നാണ്. അള്ളാഹു ഒരുത്തന് സമ്പത്ത് കൊടുത്തു, പരമ പാപ്പർ, മഹാദരിദ്രൻ, ഖാറൂൻ എന്നാ പേര്. സമ്പത്തിനോട് ആഗ്രഹം വന്നു. ഒരു വിഷയത്തിൽ നിന്ന് വേറെ വിഷയത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുക, എങ്കിലും ഇതിന് വിഷയമായതുകൊണ്ട് അള്ളാഹു ശരിയായി പറയാനും ഉൾക്കൊള്ളാനും തൗഫീഖ് നൽകുമാറാകട്ടെ. സമ്പത്ത് ആഗ്രഹിക്കൽ, നല്ല കാര്യങ്ങൾ ആഗ്രഹിക്കൽ ഒരിക്കലും അത് തെറ്റൊന്നുമല്ല. പക്ഷെ ആഗ്രഹം 2 തരമുണ്ട്. നല്ല ആളുകളെ കണ്ടുകൊണ്ടുള്ള ആഗ്രഹം, ചീത്ത ആളുകളെ കണ്ടുകൊണ്ടുള്ള ആഗ്രഹം.
പള്ളി പണിയുന്നതായ സഹോദരങ്ങൾ, മദ്രസ സ്ഥാപിക്കുന്ന സഹോദരങ്ങൾ, മദ്രസ ഹസനിയ, ദാറുൽ ദേവബന്ദ്, നദ്വത്തുൽ ഉലമ, ഇങ്ങനെയുള്ള മദ്രസകളെ സ്ഥാപിക്കുന്നതായ ആളുകൾ, അള്ളാഹുവിന്റെ സാധുക്കൾക്ക് സാധുക്കളായ അടിമകൾക്ക് ആഹാരം കൊടുക്കുന്നവർ, അള്ളാഹു കൊടുത്ത സമ്പത്ത് ശരിയായ വഴിയിൽ ചെലവഴിക്കുന്ന ആളുകൾ, ഇവരെ കണ്ടുകൊണ്ട് നമ്മൾ സമ്പത്ത് ആഗ്രഹിക്കൽ വളരെ നല്ലതാണ്. അള്ളാഹു നൽകിയ സമ്പത്ത് കൊണ്ട് അഹങ്കാരം, അഹംഭാവം, ദൂർത്ത്, ബഹളം, പ്രശ്നങ്ങൾ, കേസ്, വഴക്ക്, ഫിത്ന, ഫസാദ്, ബിദ്അത്ത്, ഖുറാഫാത്ത് ഇത് തകർത്തുകൊണ്ടിരിക്കുന്നു. ഇവരെ കാണുമ്പോൾ നമ്മൾ സമ്പത്തിനെ ആഗ്രഹിക്കുന്നത് നാശമാണ്. ഒരു പ്രധാനപ്പെട്ട ഹദീസ് കേട്ടുകൊള്ളിൻ സഹോദരന്മാരും സഹോദരിമാരും, വല്ലാത്തൊരു ഹദീസ്. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശാലമായ ദീനിനെ സമഗ്രമായി പരിചയപ്പെടുത്തുന്ന ഒരു ഹദീസ്. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഈ ലോകത്തുള്ള മനുഷ്യർ 4 വിഭാഗമാണ്. മനുഷ്യർ 4 വിഭാഗം. ഞാൻ ഒന്നുകിൽ ആ 4ൽ ഒരാള്, നിങ്ങളും ആ 4ൽ ഒന്നിൽപ്പെട്ട ആൾക്കാര്. ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും 4 വിഭാഗമാണ്. 1 മഹാഭാഗ്യവാന്മാർ, 2 ഭാഗ്യവാന്മാർ, 3 മഹാഭാഗ്യഹീനർ, 4 ഭാഗ്യഹീനർ. 4 വിഭാഗമാണ് ജനങ്ങൾ. ഏത് വിഭാഗത്തിൽ പെടണമെന്ന് തീരുമാനിച്ചുകൊണ്ട് നമ്മൾ കേൾക്കുന്നു. 1, അള്ളാഹു ഒരാൾക്ക് സമ്പത്ത് കൊടുത്തു. ആ സമ്പത്തിനെ പറ്റി ഉലമാക്കൾ പറയുന്നുണ്ട്. സമ്പത്ത് 2 ആണ്. 1 അള്ളാഹു തആല ദുന്യവിയായ പൈസ കൊടുത്തു, അല്ലെങ്കിൽ ദീനിയായ ഇൽമ കൊടുത്തു. ഇതാണ് സമ്പത്ത്. സമ്പത്ത് എന്ന് പറയാൻ യോഗ്യതയുള്ള 2 കാര്യം. 1 പൈസ, 2 അള്ളാഹു തആല അറിവ് കൊടുത്തു. ഒരാളെ നല്ല പണക്കാരനാക്കി, അല്ലെങ്കിൽ അള്ളാഹു തആല നല്ല ആലിമാക്കി. അദ്ദേഹം ആ സമ്പത്തിനെ ശരിയായ വഴിയിൽ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹു കൊടുത്ത സമ്പത്ത് കൊണ്ട് സക്കാത്ത്, സദഖ, മദ്രസ, മസ്ജിദ്, ഫുഖറാ, യതീമുകൾ, സാധുക്കൾ ഇവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹു നമ്മുടെ എല്ലാ പണക്കാരെയും അങ്ങനെ ആക്കുമാറാകട്ടെ. അല്ലെങ്കിൽ അള്ളാഹു ഒരു സഹോദരന് ഇൽമ കൊടുത്തു, അത് ദഅവത്തിലായി, വഅദിലായി, നസീഹത്തിലായി, ദർസിലായി, തദ്രീസിലായി, എഴുത്തിലായി ആ അറിവിനെ അദ്ദേഹം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹു നമ്മുടെ എല്ലാ ആലിമീങ്ങളെയും ആ ഗണത്തിൽ പെടുത്തുമാറാകട്ടെ. നമുക്ക് ആളുകളെ പറ്റി തീരുമാന പ്രഖ്യാപനം നടത്താൻ അനുവാദമില്ല. നമുക്ക് ശുഭപ്രതീക്ഷയും ആഗ്രഹവുമാണ് വേണ്ടത്. പിന്നെ കുഴപ്പങ്ങൾ കാണിക്കുമ്പോൾ ദേഷ്യം വന്ന് നമ്മൾ ദേഷ്യപ്പെടും, അതേ ഉള്ളൂ. അല്ലാതെ മുഴുവൻ പണക്കാരോടും മുഴുവൻ ആലിമീങ്ങളോടും നമുക്ക് വലിയ ആദരവും ബഹുമാനവും ഉള്ളത് അവരെ പറ്റിയുള്ള പ്രതീക്ഷ ഇതാണ്. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഇവരാണ് മഹാഭാഗ്യവാന്മാർ. 2 ഭാഗ്യവാന്മാർ. ആരാണവർ? അള്ളാഹു അവർക്ക് സമ്പത്ത് കൊടുത്തില്ല, പൈസ കൊടുത്തില്ല, അല്ലെങ്കിൽ അറിവ് കൊടുത്തില്ല. പക്ഷേ സമ്പത്തിന് ശരിയായ വഴിയിൽ ചെലവഴിക്കുന്നവരെ കാണുമ്പോൾ, അറിവിനെ ശരിയായ വഴിയിൽ ചെലവഴിക്കുന്നവരെ കാണുമ്പോൾ ഇവരുടെ മനസ്സിലും വികാരത്തിന്റെ വേലിയേറ്റം, ആഗ്രഹത്തിന്റെ കുളിർക്കാറ്റ് അനുഭവപ്പെടും. പടച്ചവനെ, എനിക്കും പൈസ കിട്ടിയിരുന്നുവെങ്കിൽ ഒരു നല്ലൊരു മസ്ജിദ് സ്ഥാപിക്കാമായിരുന്നല്ലോ അള്ളാഹുവേ. യാ അള്ളാഹ്, എനിക്ക് കുറച്ച് പൈസ കിട്ടിയിരുന്നെങ്കിൽ ഒരു മദ്രസ ഞാൻ നടത്താമായിരുന്നല്ലോ അള്ളാഹുവേ. പേരിനും പെരുമയ്ക്ക് വേണ്ടിയൊന്നുമല്ല കേട്ടോ, സൂക്ഷിക്കണം അത്. യാ അള്ളാഹ്, എനിക്ക് കുറച്ച് പൈസ കിട്ടിയിരുന്നുവെങ്കിൽ എനിക്ക് നിന്റെ പരിശുദ്ധമായ വീട്ടിൽ തൽബീയത്തും ചൊല്ലിക്കൊണ്ട്, നിന്റെ ഹബീബിന്റെ നാട്ടിൽ സലാത്തും ചൊല്ലിക്കൊണ്ട് ഹജ്ജിൽ ഉംറയ്ക്ക് സിയാറത്തിന് കറങ്ങി നടക്കാമായിരുന്നല്ലോ. ഇതുപോലെ തന്നെ ആലിമീങ്ങളെ കാണുമ്പോൾ അവരും ആഗ്രഹിക്കുന്നു, അള്ളാഹുവേ, എനിക്കും പരിശുദ്ധ ഖുർആൻ അറിവ് കിട്ടിയിരുന്നുവെങ്കിൽ എനിക്കും ഒന്ന് നല്ല ഖിറാഅത്തിനൊന്ന് ഓതാമായിരുന്നല്ലോ. ആഗ്രഹിക്കണം സഹോദരന്മാരെ, ആഗ്രഹിക്കണം. ചുമ്മാതിരിക്കരുത് നമ്മൾ. അള്ളാഹുവേ, എനിക്ക് കുറച്ച് അറിവ് കിട്ടിയിരുന്നുവെങ്കിൽ നിന്റെ കലാമിനെ പറ്റിയൊക്കെ ജനങ്ങളോട് പറയാമായിരുന്നല്ലോ പടച്ചവനെ. യാ അല്ലാഹ്, എനിക്ക് കുറച്ച് അറിവ് കിട്ടിയിരുന്നുവെങ്കിൽ പരിശുദ്ധമായ ഖുർആനിന്റെ സന്ദേശങ്ങൾ ജനങ്ങൾക്ക് മുമ്പാകെ എനിക്കൊന്ന് വിശദീകരിക്കാൻ പറ്റുമായിരുന്നല്ലോ അള്ളാഹുവേ. എനിക്ക് കുറച്ച് ശിഷ്യന്മാരെ എല്ലാം ദുആയ്ക്ക് വേണ്ടി കിട്ടുമായിരുന്നല്ലോ അള്ളാഹുവേ. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഈ നിഷ്കളങ്കമായ നീയത്തുള്ള മനുഷ്യനെ അള്ളാഹു 1ാമത്തെ വിഭാഗത്തിന്റെ കൂട്ടത്തിൽ നാളെ ആഖിറത്തിൽ പിടിച്ചു നിർത്തുന്നതാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ നമുക്ക്.
ഇസ്ലാം ഒരിക്കലും നിരാശ പഠിപ്പിക്കുന്നില്ല. ഫക്കീറിനെയും ഉയർത്താനാണ് ദീൻ വന്നത്, ജാഹിലിനെയും വളർത്താനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് രാജപാതയാണ് സഹോദരന്മാരെ നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ചുമ്മാതിരിക്കുന്നത് ആഗ്രഹിക്കണം ഇത്തരം ആളുകളെ കാണുമ്പോൾ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മരളിയ 3-4 ആൾക്കാരാരാണെന്നറിയാമോ? നിങ്ങൾ ചിന്തിക്കുന്നവർക്ക് സുഖമായി കാര്യം മനസ്സിലായി കാണും. മൂന്നാമത്തെ ആള് മഹാഭാഗ്യഹീനൻ, അള്ളാഹു സമ്പത്ത് കൊടുത്തു തെറ്റായി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു. ദൂർത്തടിക്കൽ, പാഴാക്കൽ, കേസ്, വഴക്ക്, ഫിത്ന, ഫസാദ്. അല്ലാഹു അക്ബർ. അള്ളാഹു നമ്മളുടെ സമ്പന്നന്മാർക്ക് ശരിയായ ബോധം നൽകുമാറാകട്ടെ. എത്ര വലിയ പാപമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സക്കാത്തിന്റെ കാര്യം പറഞ്ഞാൽ അവർക്ക് ദേഷ്യം, വേണ്ടാത്ത കാര്യം പറഞ്ഞാൽ വലിയ സന്തോഷം. ഒരു പണക്കാരന്റെ കല്യാണ വീട്ടിൽ പോയി 100 പേര് പോയി 100 അഭിപ്രായം പറഞ്ഞ 101ാമത്തെ അഭിപ്രായത്തെ ആള് നോക്കിക്കൊണ്ടിരിക്കും. ഒരാൾ പറയുന്ന ഒരു 30 കസേര മേടിച്ചോളി, ഒരാൾ പറയും ഒരു 40 ലഡ്ഡു മേടിച്ചോ, ഒരാൾ പറയും ഒരു 25 ഫോട്ടോ, അത് മതിയോ? ചോദ്യമാണ്. പൈസ അടിച്ചു തകർക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ളവരുടെ പോക്കറ്റിൽ നിന്നും എടുത്തു കൊടുത്ത പൈസ അടിച്ചു തകർക്കുന്നു. സമ്പത്ത് ദൂർത്തടിക്കുന്നു. നന്മയുടെ വഴിയിൽ ചെലവഴിക്കാൻ പറഞ്ഞ അപ്പോഴേ ദേഷ്യം. ഉസ്താദ്മാർക്ക് പിരിവേ ഉള്ളു, വേറൊരു ജോലിയില്ല അവർക്ക്. ബിദ്അത്തുകൾക്ക് വേണ്ടി ആവശ്യത്തിന് പൈസ വാരിക്കോരി ചെലവഴിക്കുന്നു. ഒരു മടിയുമില്ല അവർക്ക്.